പെൺകുട്ടിക്ക് ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയാണ് നിങ്ങള്. രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയാണ്. കോൺഗ്രസ്സുകാർ മുണ്ടൂരി അദ്ദേഹത്തിന്റെ അടിയിൽ കിടക്കുന്ന സാധനം വരെ ഇവിടുത്തെ പെണ്ണുങ്ങൾ കണ്ട അവസാനം ഒളിച്ചോടി പോയി. ആര്? രാജ്മോഹൻ എംപിയുടെ ആര്? കുട്ടം കണ്ടാണില്ല. ഇവിടെ ശിവൻകുട്ടി മുണ്ടൂരി ഡാൻസ് കളിച്ച നിയമസഭയിൽ അത് എവിടെ കണ്ടെന്ന് ചോദിച്ച ആൾക്കാരാണ് നിങ്ങൾ. ഇത്രയും നാട്ടുകാർ കണ്ടോണ്ടിരിക്കുന്ന കാര്യം എവിടെ മുണ്ടൂരി കളിച്ചെന്ന് ചോദിച്ച ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് അത് ചോദിക്കാനുള്ള ഒരു അധികാരവും ഇല്ല. മാമൻ ഭാവിയാണെങ്കിൽ മാമന്റെ നാക്ക് ഭാവിയല്ലെന്ന് പറയും പോലെയാണ്. അല്ല ശരിയാണ്, ഞാൻ തിരുത്തുന്നില്ല. മാമൻ പറഞ്ഞ തിരുത്തുന്നില്ല. എന്തായാലും എവിടെ നിന്നാണ് പറഞ്ഞത്? എവിടെ നിന്നാണ്? വീട് എവിടെ? എന്റെ വീട് പൂജപ്പുര. പറഞ്ഞു. അല്ല ചേട്ടന്റെ വീടിന്റെ അടുത്താണോ ഞാൻ പറയാം? നിങ്ങൾ കണ്ടോ? അല്ല നിങ്ങൾ കണ്ടോ? അല്ല നിങ്ങൾ കണ്ടോ? അല്ല നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല. എസ്ഡിപിഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു. നിങ്ങൾ കണ്ടോ? ഇവിടെ 10 വർഷമായിട്ട് വൈദ്യുതി മുടക്കമില്ല, ഇവിടെ സുഭിക്ഷമാണെന്ന് പറയുന്നു. കൂടംകുളം പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? കൂടംകുളം പദ്ധതി ഇന്ന് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് വൈദ്യുതി മുടക്കവും കറണ്ട് കട്ടും ഉണ്ടാകുമായിരുന്നു. കൂടംകുളം പദ്ധതിയെ രഹസ്യകാന്തം എതിർത്ത സർക്കാർ ആളാണ് BS അച്യുതാനന്ദൻ. ആ കൂടംകുളം പദ്ധതി നിലവിൽ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുവന്ന് ആ പദ്ധതി നടപ്പാക്കിയത് കൊണ്ടാണ് ഇന്നിവിടെ വൈദ്യുതി കട്ടില്ലാത്തത്. അവിടെ കൂടംകുളത്തു നിന്നാണ് ഇന്ന് വൈദ്യുതി പ്രസരണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി അത് ആ നടപ്പിൽ വരുത്താൻ പ്രഖ്യാപിച്ചപ്പോൾ അത് അഴിമതിയുടെ പേര് പറഞ്ഞ് അത് ഇല്ലാതാക്കിയ ആൾക്കാരാണ് ഇവിടുത്തെ LDF-കാർ. വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങൾ അഴിമതി ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ, തെളിവ് സഹിതം കൊണ്ടുവരുമെന്ന് അന്നത്തെ മുഖ്യമന്ത്രി സഭയിൽ പറയുകയും തെളിവില്ലാതെ ചുമ്മാ അഴിമതി കാണിച്ച് അന്നത്തെ ഈ വിഴിഞ്ഞം പദ്ധതിയെ തടസ്സപ്പെടുത്താനും അന്ന് വരുന്ന വിഴിഞ്ഞത്തേക്ക് വരുന്ന മെറ്റീരിയൽസ് യൂണിയനെ കൊണ്ട് CIT യൂണിയനെ കൊണ്ട് തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തുകയും ചെയ്തു. അതാണ് അന്ന് അങ്ങനെ വിഴിഞ്ഞം പദ്ധതി അന്നത്തെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടാണ് ഇന്നത് വിഴിഞ്ഞം പദ്ധതി ഇവർക്ക് രണ്ടാമത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കരമന പ്രാവശ്യമ്പലം അതിന് ശേഷം കളിയിക്കാനുള്ളവരെ ഇവർക്ക് എന്തെങ്കിലും പദ്ധതി നടപ്പാക്കാൻ പറ്റിയോ? കരമന പ്രാവശ്യമ്പലം വരെ അന്നത്തെ സർക്കാരാണ്, ഉമ്മൻചാണ്ടി സർക്കാരാണ് നടപ്പിലാക്കിയത്. അതിനുശേഷം 10 വർഷം ഭരിച്ചില്ലേ? ഇവർക്കൊരു കല്ല് എടുത്ത് വെച്ചത് പൂർത്തിയാക്കാൻ പറ്റിയോ? അതുപോലെ വിഴിഞ്ഞം പദ്ധതി അവിടെ പോർട്ടിൽ സാധനം കണ്ടെയ്നർ ഇറക്കുക എന്നല്ലാതെ അവിടുന്ന് റോഡ് മാർഗം കൊണ്ടുപോകാനൊരു സംവിധാനം 10 വർഷം ആയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് പിന്നെ മുട്ടുവളച്ച് നിന്ന് സാഷ്ടാംഗം നമസ്കരിക്കുന്ന ആളാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. നരേന്ദ്രമോദിയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതായത് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന പദ്ധതിയാണ് ഇവിടുത്തെ ഉമ്മൻചാണ്ടിക്കുള്ളത്. മനസ്സിലായില്ലേ? ഉണ്ണീഷ്ണൻ മറുപടി പറയൂ. എന്താണ് അവസാനമാണ് സത്യം പറഞ്ഞത്? അല്ല ചോദ്യത്തിനുള്ള മറുപടി. മാമൻ ഭാവിയാണെങ്കിൽ മാമന്റെ നാക്ക് ഭാവിയല്ലെന്ന് പറയും പോലെയാണ്. അല്ല ശരിയാണ്, ഞാൻ തിരുത്തുന്നില്ല. മാമൻ പറഞ്ഞ തിരുത്തുന്നില്ല. എന്തായാലും ശരി തന്നെയാണ്. പിന്നെ ഇവിടെ ഈ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ച് കടന്നുപോയി. ഞാനിത് എല്ലാത്തിനും മറുപടി പറയാൻ നിങ്ങൾ സമയം തരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 ചോദ്യങ്ങളും എല്ലാം ഇങ്ങോട്ട് വന്നു. ഇവിടെ ഡീലിനെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്, വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എന്നും വികസനം മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതും. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ഒരു സർക്കാർ 10 വർഷം കഴിഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നതിൻ്റെ ഒരു പ്രത്യേകതയുമുണ്ട്. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പിണറായി വിജയൻ പോയി നരേന്ദ്രമോദിയുടെ അവിടെ കുമ്പിട്ട് നിൽക്കുന്നു എന്നൊക്കെ. ആ കുമ്പിട്ട് ആളുടെ പേര് VD സതീശൻ എന്നാണ്.
നിങ്ങൾ ആ ഫോട്ടോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. നേരെ പോണം BD സവർക്കറുടെ ഫ്രണ്ടിൽ ഫോട്ടോയുടെ പോയി നിന്ന് എന്ത് ചെയ്യാണ്, പുഷ്പാർച്ചന നടത്താണ്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ BJPയുടെ ഞാൻ പറയട്ടെ, നിങ്ങളൊരു ചേട്ടാ മറുപടി പറയട്ടെ. അല്ല ഞാൻ പറയട്ടെ. അപ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ കാൻഡിഡേറ്റ്സിനെ എടുത്ത് നോക്കണം. എത്ര മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് ഇന്ന് BJP കാൻഡിഡേറ്റായി മത്സരിക്കുന്നത് നിങ്ങൾ നോക്കണം. ആർ ശങ്കർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആർ ശങ്കറിൻ്റെ മകൻ ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ഇന്ന് തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അനിൽ ആൻ്റണി, AK ആൻ്റണി ജഗതിയിലാണ് താമസിക്കുന്നത്. AK ആൻ്റണിയുടെ മകൻ ഇന്ന് അനിൽ ആൻ്റണി BJPയിലാണ്. കേരളത്തിലെ എത്ര മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് ഇന്ന് BJP സ്ഥാനാർത്ഥി? ഉമ്മൻചാണ്ടിയുടെ മരുമകൻ ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ഇങ്ങനെ എത്ര ആളുകളുടെ നീണ്ട നിരയാണ്. അതും ചെറിയ പ്രവർത്തകരൊന്നുമല്ല, മുഖ്യമന്ത്രിയായിരുന്ന ആളുകളുടെ മക്കൾ മരുമക്കളടക്കം ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അതല്ലേ ഡീല് നിങ്ങൾക്ക് പറയണോ? 2016 മുതൽ 2021 വരെ ഇവിടുത്തെ MLA ആരായിരുന്നു? രാജഗോപാലായിരുന്നു. ആ രാജഗോപാൽ MLA ആയിരുന്ന സമയത്ത് ഇവിടുത്തെ സ്ഥാനാർത്ഥി സുരേന്ദ്രൻപിള്ളയാണ്. സുരേന്ദ്രൻപിള്ളയ്ക്ക് കിട്ടിയ വോട്ട് 13,000 വോട്ടാണ്. ആ വോട്ട് എവിടെയാണ് പോയെന്ന് ചോദിച്ചാൽ രാജഗോപാലിൻ്റെ വിജയത്തിന് നിർണായകമായ പങ്ക് വഹിച്ചത് ആ 13,000 വോട്ടാണ്. അതല്ലേ ഡീല്? നിങ്ങൾ ഡീലിനെ കുറിച്ച് പറ, നമുക്ക് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. 1980 നിങ്ങളല്ലേ ഈ പറയുന്ന BJPയുമായി ചേർന്ന് രാമൻപിള്ളയെ ജയിപ്പിക്കാൻ വേണ്ടി നോക്കിയത്? എത്ര കാലഘട്ടത്തിലാണ് കോലീബി സഖ്യം കേരളത്തിലുണ്ടാക്കിയത്? BJP അല്ലേ? BJPയും കോൺഗ്രസും അല്ലേ? എത്ര ഘട്ടത്തിലാണ്? ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങൾ പല ഡീലുണ്ടാക്കുന്നില്ലേ? ഞാൻ ഡീലിനെ കുറിച്ചൊന്നും പറയാൻ തയ്യാറല്ല. പക്ഷേ ഡീലിനെ കുറിച്ച് ഇവിടെ എൻ്റെ സഹ പാനലിസ്റ്റ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ചർച്ച ഇവിടെ ഉണ്ടാവണം. നിങ്ങളുടെ VK പ്രശാന്തിൻ്റെ പേരൊക്കെ പറഞ്ഞു. ഒരു സൊസൈറ്റി രൂപീകരിക്കുന്ന സൊസൈറ്റി ആക്ട് അനുസരിച്ചാണ്. അത് വൈബ് എന്ന് പറയുന്ന വൈറ്റൂർക്കാവ് യൂത്ത് ബ്രിഗേഡിൻ്റെ പേരിലാണ് ആ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ആ സൊസൈറ്റിക്ക് ആ യുവാക്കളുടെ ഉന്നമനത്തിന് വേണ്ടി രൂപീകരിച്ചാണ് വൈബ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി. ആ സൊസൈറ്റിയാണ് ഈ വർക്കുകൾ എടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ആ വൈബ് രൂപീകരിച്ചതും അതിൽ അഴിമതിയാണ്. അതങ്ങ് പറയാണ്. ചുമ്മാ എന്തെങ്കിലും ഞാൻ പറയട്ടെ, പണ്ട് പിണറായി വിജയൻ RSSന്റെ കൂട്ടായ്മ ഉൾപ്പെടെ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട് ഇല്ലേ? 1977 എവിടെ നിന്നാണ് പറഞ്ഞത്? വീട് എവിടെ? എന്റെ വീട് പൂജപ്പുര. പറഞ്ഞോ. അല്ല ചേട്ടന്റെ വീടിന്റെ അടുത്താണോ ഞാൻ പറയുന്നത്? ആവശ്യമില്ല. മറുപടി പറയാം. സംഘത്തിന്റെ വോട്ട് 1980 കേരളത്തിലെ മുഴുവൻ പറയാന്നേ. കേരളത്തിലെ ആദ്യത്തെ ഡീല് ഞാൻ പറയാം. ഒരുപാട് ഡീലുണ്ട്, തീരാത്ത ഡീലുണ്ട്. അല്ല ഞാനത് പറയാം. നിങ്ങൾ പറഞ്ഞ ജനസംഘവും ആ ജനസംഘത്തോടൊപ്പം ആരാണ് ചേർന്നതെന്നും ജനസംഘം 1978 പിരിച്ചുവിട്ടതിന് ശേഷമാണ് ഈ പറയുന്ന 1980-ലാണ് പിരിച്ചുവിട്ടതിന് ശേഷം പോലും നമ്മൾ ഡീൽ വെച്ചിട്ടില്ല. ജനസംഘം രൂപീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ജനസംഘം രൂപീകരിക്കുന്നതിന് മുമ്പാണ് ജനസംഘം രൂപീകരിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന BJPയും കോൺഗ്രസും ഒരുമിച്ച് 1980 പോലും ഡീലുണ്ടാക്കിയത്. ഞങ്ങളൊരു BJPക്കാരുമായി ഇതുവരെ ഡീലുണ്ടാക്കിയിട്ടില്ല. നമുക്ക് നിസ്സംശയം കേരള രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പറയാൻ കഴിയും, ഞങ്ങൾ ഇതുവരെ ഒരു വർഗീയവാദിയുമായി ഡീലുണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഡീലുണ്ടാക്കാനും പോകുന്നില്ല, ഒരു സംശയവും വേണ്ട. പിന്നെ ഒരു മിനിറ്റ് കുട്ട ഞാൻ ആരെ നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല. SDPയുടെ സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു, 48 മണിക്കൂർ പിന്നിടുമ്പോഴും ഞാൻ പോയിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് നിങ്ങളെ പ്രിയപ്പെട്ട സഖാവ് ശിവൻകുട്ടി പറഞ്ഞു. സഖാവ് പറഞ്ഞു ഞാൻ SDPI വോട്ട് തേടി പോയി എന്ന് പറഞ്ഞു. 48
മണിക്കൂറായി ഊമയായി പിന്തുടരുന്ന SDPI വിവാദത്തിൽ ഊമയായി എവിടെ പറഞ്ഞു? ചേട്ടാ നിങ്ങൾ എവിടെ പറഞ്ഞു ചോദിച്ചോക്കി നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞാട്ടെ. ഇവിടെ ശിവൻകുട്ടി മുണ്ടൂരി ഡാൻസ് കളിച്ച നിയമസഭയിൽ അത് എവിടെ കണ്ടെന്ന് ചോദിച്ച ആൾക്കാരാണ് നിങ്ങൾ. ഇത്രയും നാട്ടുകാർ കണ്ടോണ്ടിരിക്കുന്ന കാര്യം എവിടെ മുണ്ടൂരി കളിച്ചെന്ന് ചോദിച്ച ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് അത് ചോദിക്കാനുള്ള ഒരു അധികാരവും ഇല്ല നിങ്ങൾക്ക്. ഇത്രയും ആൾക്കാർ ലൈവായിട്ട് കണ്ടോണ്ടിരുന്ന സാധനം, മുണ്ടൂരി കളിച്ച സാധനം, അത് എവിടെ നാട്ടുകാർ കണ്ട് എവിടെ കാണിച്ചു എന്ന് ചോദിച്ച ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് അത് ചോദിക്കാനുള്ള ഒരു അധികാരം നിങ്ങൾക്കില്ല. അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ കാസർഗോഡത്തെ രാജ്ഭവൻ MP യോട് പോയി ചോദിക്കണം. ഈ പറയുന്ന കോൺഗ്രസ്സുകാർ മുണ്ടൂരി അദ്ദേഹത്തിന്റെ അടിയിൽ കിടക്കുന്ന സാധനം വരെ ഇവിടുത്തെ പെണ്ണുങ്ങൾ കണ്ട് അവസാനം ഒളിച്ചോടി പോയി. ആര്? രാജ്ഭവൻ MP ആര്? കുട്ടം കണ്ടാണില്ല. ഇവിടുത്തെ നാട്ടുകാർ കണ്ട് മ്യൂസിയത്ത് വെച്ചാണ് നടന്നത്. മ്യൂസിയത്ത് വെച്ചാണ് അത് സംഘടിപ്പിച്ച ആളാരെന്നറിയാമോ? അത് പ്ലാൻ ചെയ്ത ആളാണെന്ന് വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥി മുരളീധരൻ. വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ പേര് മുരളീധരൻ എന്നാണ്. മുരളീധരൻ സ്ഥാനാർത്ഥിയാണ്. ആര് കണ്ട? എനിക്കറിഞ്ഞൂടെ. പെണ്ണുങ്ങളായിരിക്കും കണ്ടത്. അന്ന് മ്യൂസിയത്ത് പോയാൽ അറിയാൻ പറ്റും. മനസ്സിലായി? അയ്യോ അതെനിക്കറിയില്ല. അതൊക്കെ നിങ്ങളുടെ ജോലിയാണ്. പെണ്ണുങ്ങളെ പുറകിലെ നിങ്ങളുടെ ജോലിയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയാണ് നിങ്ങളെന്നേ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയാണ്. കാരണം ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ട് ആ പെൺകുട്ടിക്ക് ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയാണ് നിങ്ങള്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയാണ്. ഗർഭചിത്രം ഞാൻ പറയട്ടെ, ഒരാളുടെ പുറകിലും ഈ പറയുന്ന ഒരു CPM-മാരനും പോയിട്ടില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിറകിൽ പോയ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്. കോടതി വരുമ്പോ മനസ്സിലായില്ലേ? ആ പാവപ്പെട്ട പെൺകുട്ടിയെ പ്രണയിച്ച് ആ പെൺകുട്ടിയുടെ പണം വാങ്ങി ആ പെൺകുട്ടിയുടെ സാധനങ്ങളെല്ലാം പറ്റിയതിനു ശേഷം ആ പെൺകുട്ടിയെ ഗർഭചിത്രം ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തൽമാരാണ് കോൺഗ്രസിലുള്ളത്. അതേപോലെ മുണ്ടൂരിന്റെ ചരിത്രവും നിങ്ങൾ ഇങ്ങോട്ട് പറയണ്ട. മുണ്ടൂരിന്റെ ചരിത്രവും നിങ്ങൾ ഇങ്ങോട്ട് പറയണ്ട. ഇങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ പറയാനുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു മിനിറ്റ് ആര്? രാഹുൽ മാങ്കൂട്ടത്തിലാണ് പോയത്. പോയി. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടം ജയിലിൽ പോയെന്നേ. ഇവിടെ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ സഖ്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ വഴക്ക് പിടിക്കുന്ന ശരിയല്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ പറഞ്ഞു പരിഹരിക്കുക. ഇവിടെ വികസനത്തെ കുറിച്ചുള്ള എന്തെങ്കിലും ക്രിയാത്മകമായ ചർച്ചയ്ക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുക.